നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് റൂൾ. ഡിഫറൻസിയേഷനിലെ പ്രോഡക്റ്റ് റൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു വി. അതിൽ ആ യുവും വിയും ഫങ്ഷൻസുകളാണ്. ഉദാഹരണത്തിന് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ്, മനസ്സിലായില്ലേ? കോസ് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ്, അല്ലെങ്കിൽ മനസ്സിലായല്ലോ അതുപോലത്തെ ഫങ്ഷൻസ്. റൂട്ട് എക്സ് ഇൻറ്റു സൈൻ എക്സ്. അങ്ങനെ രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് വരുമ്പോൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? പലരും വിചാരിക്കും യുവിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് ആണെന്ന്. അത് തെറ്റാണ്. യുവിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് നല്ല ഫോർമുല. പ്ലസ്സും മൈനസാണ് വരുന്നതെങ്കിൽ യുവിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് വിയുടെ ഡെറിവേറ്റീവ് എന്ന് എഴുതാം. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ വ്യത്യാസമുണ്ട്. ഫോർമുല ബൈ ഹാർട്ടാക്കി വെച്ചാൽ മതി. യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. ഇതിങ്ങനെ കുറേ തവണ വായിക്കുമ്പോൾ ബൈ ഹാർട്ടാവും. യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. അതിൽ യു ഡാഷ് എന്ന് പറഞ്ഞാൽ യുവിൻ്റെ ഡെറിവേറ്റീവ്, വി ഡാഷ് എന്ന് പറഞ്ഞാൽ വിയുടെ ഡെറിവേറ്റീവ്. യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് ബൈ ഹാർട്ടാക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ എക്സ്, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കാണണം. എക്സാമ്പിളാണ്, സിമ്പിൾ എക്സാമ്പിൾ. വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് സൈൻ എക്സ്, ഡി വൈ ബൈ ഡി എക്സ് കാണണം. യു ഇൻറ്റു വി ഫോമിലല്ലേ നോക്കിയേ. ചിലപ്പോൾ ആ ഡോട്ട് വിസിബിൾ ആയിരിക്കില്ല, പക്ഷെ ഇത് വായിക്കുമ്പോൾ എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ എക്സ് എന്നല്ലേ നമ്മൾ വായിക്കുള്ളൂ. യു ഇൻറ്റു വി ഫോമിലാണത്. എക്സ് ക്യൂബാണ് യു, സൈൻ എക്സ് ആണ് വി. യു ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് വായിച്ചു നോക്കിയേ. യു ഡാഷ് വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ്. പെട്ടെന്ന് കിട്ടും. യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് ബൈ ഹാർട്ട് ആണല്ലോ. എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ എക്സ് ഡാഷ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ പഠിച്ചിട്ടുള്ളതാ, കോസ് എക്സ്. ഇതാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയല്ലോ?